ഫ്ലാഷ് ബാക്ക്. കാരണം ഞാൻ എങ്ങനെയും പട്ടിക്കൂട് പണിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയും ഒരു പട്ടിയെ മേടിച്ച് വളർത്തിയാണ്. മേടിച്ചെന്ന് വെച്ചാൽ നാടൻ പട്ടിയെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കണ്ണൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് കിടപ്പുണ്ട് നാടൻ പട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നാടൻ പട്ടിയുടെ കുഞ്ഞ് കിടപ്പുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഞാൻ വളർത്തിയാണ്. പക്ഷേ പട്ടിക്കൂടില്ലാത്തതുകൊണ്ട് അച്ഛൻ സമ്മതിച്ചില്ല. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇത്രയും കണ്ടില്ലേ. അപ്പോൾ ഫ്രണ്ട്സ് ഈ ക്ലിപ്പ് അതായത് ഇപ്പം നമ്മളെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കിട്ടിയേക്കുന്ന ക്ലിപ്പ് മൈ ഷാർട്ട് സ്റ്റോറി ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ആ ഷാർട്ട് സ്റ്റോറി എന്നുള്ള ക്ലിപ്പാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പട്ടി വളർത്താൻ പറ്റാത്തതിൻ്റെ സങ്കടങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു പട്ടിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു പട്ടിക്കുഞ്ഞ് കിടപ്പുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പട്ടിക്കുഞ്ഞിനെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ പട്ടിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വാ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ് കുറേ നാളെന്ന് വെച്ചാൽ 3 ആഴ്ചയോളായി നമ്മളെ വീഡിയോ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സിം കട്ടായത്, പിന്നെ ചാർജ് ചെയ്യാൻ തന്നെ 2 ആഴ്ചയോളം എടുത്ത്. അതുകൊണ്ടാണ് ഇത്ര നാൾ 2 ആഴ്ചയോളം എടുത്ത്. പിന്നെ ഒരാഴ്ച പരീക്ഷയുടെ തിരക്കുമായിരുന്നു. അപ്പം 3 ആഴ്ച പോയി. ഷോർട്സിന് പോയോന്ന് അറിയത്തില്ല, ലോങ് വീഡിയോയ്ക്ക് 3 ആഴ്ച പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2 വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോ കുറച്ച് 2 ദിവസത്തിനുള്ളിൽ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. പിന്നെ വേറൊരു വീഡിയോ നാളത്തോടെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല വേറൊരു സർപ്രൈസും കൊണ്ട് നമ്മളെ പണ്ടെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് മൈ ഷാർട്ട് സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഷാർട്ട് സ്റ്റോറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പട്ടി നമുക്ക് വളർത്താൻ പറ്റാത്തൊരു ഗതികേടായിരുന്നു. അതാണ് മെയിനായിട്ട് ഷാർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കിടന്നൊരു പട്ടിക്കുഞ്ഞിനെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് വളർത്തി. അവിടുത്തെ വോയിസ് കട്ടായിപ്പോൾ, അതാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, വീട്ടിൽ കിടന്ന പട്ടിക്കുഞ്ഞ് നാടൻ പട്ടിയാണ്. ആ പട്ടിയൊന്ന് കാണിച്ചു തരണം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ആയപ്പോഴത്തേനും എനിക്ക് 16 വയസ്സായിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ എൻ്റെ പേര് എൻ്റെ സ്ഥലമൊക്കെ പറയുന്ന വീഡിയോയിൽ എൻ്റെ പ്രായം പറഞ്ഞായിരുന്നു. അത് 16 വയസ്സാണ് പറഞ്ഞെങ്കിലും അന്ന് 16 ഇല്ലായിരുന്നു. അന്ന് ഏകദേശം 15 വയസ്സേ ഉള്ളായിരുന്നു. കാരണം 16 പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 16 വയസ്സാവാങ്ങാണ്ട് ഒരു മാസം ഉള്ളായിരുന്നു 16 വയസ്സാവാൻ. അതുകൊണ്ടാണ് ഞാൻ 16 പറഞ്ഞത്. പക്ഷെ 15 ഉള്ളായിരുന്നു. ഇന്നായപ്പോൾ 16 വയസ്സ് ആയിട്ടുണ്ട്. 15 തികഞ്ഞ് 16 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പം വെച്ച് താമസിപ്പിക്കുന്നു. താഴെ ഇറങ്ങിപ്പോകാനുള്ള പരിപാടി കേട്ടോ. വേണ്ട ഓടിച്ചാടി വരിക, ഫോണിൽ കടിക്കുക, എന്തും അടയുന്നു. ഞാൻ അവിടെ കൊച്ചു പട്ടി, ഏകദേശം 1 മാസം പ്രായമുണ്ട്. ശരി പോക്കാം, ടാറ്റാ. അതിലേ ഞാൻ നോക്കാം കേട്ടോ. ഇനി നേരെ തൂറാൻ പോവാ കേട്ടോ. പട്ടി ഇത് അങ്ങ് പോയ ഭയങ്കര മര്യാദയുള്ള പട്ടി. ദൂരെ പോയി തൂറിയിട്ട് ജെറ്റ് പോലെ ഇങ്ങ് പോയി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കസേര കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മളെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ല, കസേരയുടെ എണ്ണം കൂട്ടും. 4 കസേരയായി. പിന്നെ ഒരു ഡാൻസിൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മളെ ഏത് ഡാൻസാന്ന് വെച്ചാൽ നമ്മളെ വേട്ടക്കാരൻ സിനിമയിലെ മറ്റേ ഞാനടിച്ചാൽ താങ്ങാൻ പറ്റും ആ പാട്ടും, പിന്നെ നമ്മളെ മാരിയിലെ ഡോണും ഈ 2 പാട്ടിൻ്റെ ഡാൻസ് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അന്നും 4 കസേര ഉണ്ടായിരുന്നു. ഒന്ന് 3 എങ്ങാണ്ടേ ഉള്ളൂ. 1 2 3 4 കസേര അടുപ്പിച്ച് വെച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഡാൻസ് കളിക്കും. അപ്പം ഡാൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നേരെ പട്ടിക്കുഞ്ഞിനെ ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അപ്പം പണ്ട് നമ്മൾ പറഞ്ഞാൽ കൂടില്ലാത്തതുകൊണ്ട് നമ്മൾ പട്ടിയെ മേടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് വാക്കിന് പട്ടിക്കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോയിരുന്നു. ഇനി വരുന്ന വീഡിയോസിൽ പട്ടിക്കുഞ്ഞിൻ്റെ നല്ല വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ഇവിടുത്തെ വോയിസും കട്ടായിപ്പോൾ, അതാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നേരെ നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ഇരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഓട്ടോയ്ക്കകത്താണ്. അപ്പം ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നായപ്പം 16 വയസ്സായിട്ടുണ്ട്. അപ്പം എൻ്റെ ക്ലാസ്, അതായത് ഞാൻ പഠിക്കുന്ന ക്ലാസ് 9ലാണ്. അപ്പം നിങ്ങൾ ഈ 16 വയസ്സ് 9ാം ക്ലാസ്സിലോ? ഞാൻ തോറ്റിരുന്നതല്ല, എന്നെ കൊണ്ട് വിടാൻ താമസിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 16 വയസ്സിൽ ഇപ്പോൾ 9ൽ കുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ +1 ഇരിക്കേണ്ട പ്രായമെന്നാണ് ആൾക്കാർ പറയുന്നത്. എത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യുക, 16 വയസ്സാകുമ്പോൾ എത്രയിലാണ് സാധാരണ ആൾക്കാർ ഇരിക്കുന്നതെന്ന്, +1ലാണോ 10ലാണോ എന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം 16 വയസ്സായി. ഇപ്പം സെലിബ്രേഷൻ ഒന്നുമില്ല. എന്താ ഇല്ലാത്തതെന്ന് വെച്ചാൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് സെലിബ്രേഷൻ ഇല്ല. അപ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പം ക്യാഷൊക്കെ ആകുമ്പോൾ ഞാൻ തന്നെ സെലിബ്രേറ്റ് ചെയ്യും. എൻ്റെ ബർത്ത്ഡേ ഞാൻ തന്നെ സെലിബ്രേറ്റ് ചെയ്യും. അപ്പം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ പട്ടിക്കുഞ്ഞിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴത്തേക്കും ഗുഡ് ബൈ.